ഇതാണ് കരുമാടിക്കുട്ടൻ. നിങ്ങൾ കണ്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. വെറും ഒരു പ്രതിമയല്ല കരുമാടി. നിങ്ങൾക്കറിയാം, കുട്ടൻ എന്ന പേര് ബുദ്ധനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പേരാണ്. ഈ കുട്ടനെ കാണാൻ 1965 സാക്ഷാൽ ദലൈലാമ എത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു ബുദ്ധ മൊണാസ്ട്രി ഉണ്ടായിരുന്നു. അത് ശ്രീമൂലവാസത്തായിരുന്നു. ശ്രീമൂലവാസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അമ്പലപ്പുഴ കരുമാടി ഏരിയ. പാലിയം ചെമ്പുരേഖകളിൽ അഥവാ ശ്രീമൂലവാസം ചെപ്പേടിൽ രാജാവായിരുന്ന വിക്രമാദിത്യ വരഗുണൻ ഈ മൊണാസ്ട്രിക്ക് ഭൂമി കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. രാജവംശത്തിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ പമ്പ മുതൽ അങ്ങ് കന്യാകുമാരി വരെയായിരുന്നു. ഇപ്പോഴത്തെ വിഴിഞ്ഞത്തായിരുന്നു അവരുടെ തലസ്ഥാനം. അപ്പൊ മനസ്സിലായല്ലോ കരുമാടിക്കുട്ടൻ അവിടെ എങ്ങനെ എത്തിയെന്ന്. അതായത് പണ്ടത്തെ പ്രബലമായിരുന്ന ഒരു ബുദ്ധ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് കരുമാടിക്കുട്ടൻ. അത് കാണാനും ഒക്കെയാണ് ദലൈലാമ ഇവിടെ എത്തിയത്. ഇനി കരുമാടിക്കുട്ടനെ കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് ചെയ്യുക. കരുമാടിക്കുട്ടൻ അപ്പോൾ വെറും ഒരു പ്രതിമയല്ല, ചരിത്രത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്.